ഒരു കുളക്കരയിലെ മരത്തിൽ അമ്മക്കുരുവിയും അച്ഛൻകുരുവിയും 3 കുഞ്ഞുങ്ങളും കൂടുകൂട്ടി താമസിച്ചിരുന്നു. കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് പുറത്ത് വന്നിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അതിനാൽ അവരെ പുറത്തേക്ക് പോകുവാനൊന്നും അമ്മക്കുരുവി അനുവദിച്ചിരുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ പതിയെ പറക്കാൻ തുടങ്ങി. എന്നാലും അമ്മക്കുരുവിയും അച്ഛൻകുരുവിയും ഉള്ളപ്പോൾ മാത്രമേ അവരെ പുറത്തേക്ക് വിട്ടിരുന്നുള്ളൂ. അമ്മയും അച്ഛനും തീറ്റ തേടി പോകുന്നതിന് മുമ്പായി കുഞ്ഞുങ്ങളോട് പുറത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞിരുന്നു. അപ്പം അമ്മയും അച്ഛനൊക്കെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്കുരുവികളിൽ ഒരാൾ പറഞ്ഞു, നമുക്ക് അച്ഛനും അമ്മയും മടങ്ങി വരുമ്പോഴേക്കും പുറത്തൊക്കെ പറന്ന് നടന്ന് പൂക്കളിൽ നിന്ന് തേൻ കുടിച്ചിട്ട് വരാം. എന്നാൽ മറ്റ് 2 പേരും അത് സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, അമ്മയും അച്ഛനും നമ്മോട് പുറത്ത് പോകരുതെന്നല്ലേ പറഞ്ഞത്. അവരില്ലാത്തപ്പോൾ നമ്മൾ പുറത്തു പോയാൽ നമ്മളെ പരുന്ത് വന്ന് കൊത്തിക്കൊണ്ടു പോകും എന്ന് പറഞ്ഞു. എന്നാൽ വികൃതിക്കുട്ടിയായ കുരുവിക്കുഞ്ഞ് ഇത് കേൾക്കാതെ പതിയെ കൂടിന് പുറത്തേക്ക് പറന്നു പോയി. പൂക്കളിൽ നിന്ന് തേനൊക്കെ കുടിച്ച് പറന്ന് ഉല്ലസിച്ച് നടന്നു. ഹായ്, ഈ പ്രകൃതി എത്ര ഭംഗിയാണ്! എന്തു ഭംഗിയുള്ള പൂക്കൾ! പൂമ്പാറ്റകളും തുമ്പികളും എല്ലാവരും എന്നെപ്പോലെ സന്തോഷിച്ച് പറന്ന് നടക്കുന്നു. പൂക്കളിലെ തേൻ കുടിച്ചും പറന്ന് കളിച്ചും നടന്ന കുരുവി തൻ്റെ തലയ്ക്കുമീതെ ഒരു പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് കണ്ടതേയില്ല. പരുന്ത് പെട്ടെന്ന് താണു പറന്നു വന്ന് പാവം കുരുവിക്കുഞ്ഞിനെ തൻ്റെ കാലിൽ കോർത്തെടുത്ത് പറക്കാൻ തുടങ്ങി. പാവം കുരുവിക്കുഞ്ഞ് ഉറക്കെ അമ്മയെയും അച്ഛനെയൊക്കെ വിളിച്ച് കരഞ്ഞു. ഈ സമയം അടുത്ത കൂട്ടിലെ കാക്കമ്മ കുഞ്ഞിക്കുരുവിയുടെ കരച്ചിൽ കേട്ട് പുറത്തേക്ക് വന്നു. അത് പരുന്തിൻ്റെ പിറകെ പറന്ന് ചെന്ന് പരുന്തിനെ കൊത്താൻ തുടങ്ങി. ഗത്യന്തരമില്ലാതെ പരുന്ത് കുഞ്ഞിക്കുരുവിയെ താഴെയിട്ട് പറന്നു പോയി. കാക്കമ്മ പറന്ന് ചെന്ന് കുഞ്ഞിക്കുരുവിയെ എടുത്ത് കൂട്ടിലെത്തിച്ച് ശുശ്രൂഷിച്ചു. മുറിവിലൊക്കെ മരുന്ന് വെച്ചു. അപ്പോഴേക്കും അമ്മക്കുരുവിയും അച്ഛൻകുരുവിയും കുഞ്ഞുങ്ങൾക്ക് തീറ്റയുമായി